ശ്രീ വേണു, ഒന്ന് അനിൽകുമാർ സംസാരിച്ചൊരു വാചകം നിങ്ങൾ ആവർത്തിച്ചു. ഈ 66,660 തലകുനിക്കാത്ത വോട്ടുകൾ, അത് മറ്റു വോട്ടർമാർ യഥാർത്ഥത്തിൽ അപമാനിക്കലല്ലേ വേണു? CPM വോട്ട് ചെയ്തില്ല എന്ന് കരുതി അവരൊക്കെ തലകുനിച്ച് നടക്കുന്നവരാണെന്നാണ് ഇവർ പറയുന്നത്. അത് മറ്റു വോട്ടർമാരെ അപമാനിക്കലല്ല. അത് ആ വാദം പിൻവലിക്കണമെന്ന് ആമുഖമായി നിലപാടിന്റെ ഭാഗമായി പറഞ്ഞ പ്രയോഗമാണ്. ഇല്ലെങ്കിൽ വർഗീയവാദികളാക്കുന്ന എങ്ങനെ നിലപാടിന്റെ ഭാഗമായി കൊടുക്കാണോ? അവർക്കെതിരെ വോട്ട് ചെയ്തവർക്ക് നിലപാടില്ലെന്നാണോ? ഒറ്റ സെക്കൻഡ് നവാസ്, ശ്രീകുമാർ വേഗം അതിനൊരു വ്യക്തത വരുത്തിയിട്ട് എനിക്ക് നവാസിലേക്ക് പോകണം. അതെ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ തേടിയില്ലായിരുന്നെങ്കിൽ എത്ര വോട്ട് കിട്ടുമായിരുന്നു? നമുക്ക് കണക്കെടുക്കാം. ഞങ്ങളുടെ കണക്കിൽ ഇതുണ്ട്. ഞങ്ങൾക്ക് ശശികല എന്ന് പറയുന്ന BJPയുടെ വിഷതാവ് കൊണ്ട് സംസാരിക്കുന്ന നേതാവ് അവർ ഈ വിജയത്തിൽ, നിങ്ങളുടെ വിജയത്തെ അഭിവാദ്യം ചെയ്തു. പറയട്ടെ, ഞാനൊരു 2 വാക്ക് പറയാം. എനിക്ക് സമയം തന്നില്ലേലും കുഴപ്പമില്ല. ശശികല എന്ന് പറഞ്ഞ KP ശശികല എന്ന് പറഞ്ഞ ഹിന്ദു മുന്നണിയുടെ നേതാവ്, അവരുടെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സ്വരാജിൻ്റെ പരാജയത്തെ ആഘോഷിക്കുന്നതാണ്. RSS മുഴുവൻ, ജമാഅത്തെ ഇസ്ലാമി, SDP-യുടെയും 3 പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ വോട്ടൊന്ന് വെട്ടിമാറ്റിയിട്ട് നിങ്ങൾ തലകുനിക്കാത്ത അത്ര വോട്ട് പറഞ്ഞു. നിങ്ങളുടെ മൊത്തം വോട്ട് തലകുനിക്കുന്ന വോട്ട് ഉൾപ്പെടെയാണ്. തലകുനിക്കാത്തതാണ് നിങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറയട്ടെ, RSSന്റെ ശശികല അനിൽകുമാറെ, അത് താങ്കളുടെ പാർട്ടി ഏറ്റെടുത്തോണം. എന്റെ സമയമാണല്ലോ, ഞാൻ പറഞ്ഞോളാം. താങ്കൾ ശശികല ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് ഞങ്ങൾ മറുപടി വരെന്ന് പറഞ്ഞാൽ എന്ത് രാഷ്ട്രീയമായ വാദ താങ്കൾ ഉന്നയിക്കുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ലേ? അല്ലെങ്കിൽ നേരത്തെ താങ്കൾ എന്താ പറഞ്ഞത്? 10,000 വോട്ട് SDP-ക്ക് ഉണ്ടായിരുന്നു, ആ വോട്ട് എവിടെ പോയി? താങ്കൾക്ക് എവിടുന്ന 10,000 വോട്ടിന്റെ കണക്ക്? ഞാൻ ആ കണക്ക് പരിശോധിച്ചു. കഴിഞ്ഞ തവണ മത്സരിച്ചത് ബാബു മണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. 3,281 വോട്ടാണ് കിട്ടിയത്. അതിന് മുമ്പ് അനുസരിച്ച് ഉണ്ണി എന്ന് പറയുന്ന UG ഉണ്ണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് SDP-ക്ക് മത്സരിച്ചത്. 2,560. ആ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങളിലുണ്ട് എന്ന് എന്തിനടിസ്ഥാനത്തിലാണ് 10,000 വോട്ട് SDP-ക്ക് താങ്കൾ പറയുന്നത്? പരാജയപ്പെടുകയൊക്കെ സാധാരണയാണ് സാർ. അതിനിങ്ങനെ കള്ളം കൊണ്ട് മറയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്ത് പച്ചക്കള്ളം! ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. നേരത്തെ വേണു ചോദിച്ച പോലെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ പറയുന്ന വാദം ഞാൻ വളരെ വിനയത്തോടു കൂടി അങ്ങയോട് ചോദിക്കട്ടെ. 2006 കേരളത്തിന് മുൻ സ്പീക്കറായിരുന്ന DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ P. രാമകൃഷ്ണൻ മത്സരിച്ചിരുന്നല്ലോ അവിടെ. അന്ന് സമയത്ത് 69,452 വോട്ട് അന്ന് കിട്ടിയിരുന്നു. ഹലോ, P. ശ്രീരാമകൃഷ്ണൻ. ഹലോ, P. ശ്രീരാമകൃഷ്ണൻ മത്സരിച്ചിരുന്നു. അന്ന് 69,462 വോട്ട് 20 വർഷം മുമ്പ് നിങ്ങൾ നേടിയിരുന്നു. ഇന്ന് നേടിയ എത്രയാ? 66,660 വോട്ട്. എന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് നിങ്ങൾ കിട്ടിയ വോട്ടിൽ നിന്ന് 2,792 വോട്ട് കുറവാണ്. ശ്രീ അനിൽകുമാർ, ശ്രീരാമകൃഷ്ണൻ കിട്ടിയ വോട്ടിനേക്കാൾ 2,792 കുറവാണ്. 20 വർഷം നിങ്ങൾ പിറകോട്ട് പോയാൽ കാലം 20 വർഷം മുന്നോട്ട്. ഒരു സെക്കൻഡ് ശ്രീകുമാർ, ഈ ചർച്ചകളിലെല്ലാം പങ്കെടുക്കുന്ന CPM-ന്റെ പ്രതിനിധികൾ, നേതാക്കന്മാർ ഓരോ വർഷം എടുത്ത് ചൂണ്ടിക്കാട്ടിയാണ് ഈ അടിസ്ഥാന വോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങ് 2006 പറയുന്നു, ചില പ്രതിനിധികൾ 91 മുതലുള്ള കണക്ക് പറയുന്നു. ഇനിയിപ്പോൾ ഈ 2006 എടുക്കുകയാണെങ്കിലും ഏതാണ്ട് 20 കൊല്ലത്തിനിടയിൽ അടിസ്ഥാനപരമായി പാർട്ടി വോട്ടുകൾ വർദ്ധിക്കാതിരുന്നു എന്നതാണോ നിങ്ങളെ തലകുനിപ്പിക്കാത്ത നേട്ടം?